DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചില വർഷങ്ങളായി ഓണക്കാലത്തും വിഷുക്കാലത്തുമൊക്കെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ചേർത്താണ് സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് 2026 ഓണം. മുൻകാലങ്ങളിലെ പോലെ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുവാനായി ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസം ആദ്യമാകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഓണക്കാലത്ത് ബോണസും ഉത്സവബത്തയും ശമ്പള അഡ്വാൻസും എല്ലാം ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണക്കാല ഉത്സവ ചിലവുകൾക്ക് സഹായമായി 2 മാസത്തെ പെൻഷൻ തുകയായ 4000 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഓണക്കാലത്ത് 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തിരുന്നത്. എന്നാൽ അക്കാലത്ത് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിനാൽ സർക്കാരിന് ഓണമാസത്തെ പെൻഷനോടൊപ്പം ഒരു കുടിശ്ശിക ഗഡു കൂടി ചേർത്ത് നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. അതിനാലാണ് ജൂലൈ ഓഗസ്റ്റ് മാസ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് നൽകുന്ന കാര്യം പരിഗണിക്കപ്പെടുന്നത്. ഇനി ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ പതിവ് പോലെ ജൂലൈ 24 ശേഷം വിതരണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നീട് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ അഡ്വാൻസായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം നൽകിയാൽ മാത്രമേ 4000 രൂപ വീതം ഗുണഭോക്താക്കളിൽ എത്തുകയുള്ളൂ. അല്ലാത്തപക്ഷം കേവലം 2000 രൂപ മാത്രമായിരിക്കും ഈ ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പുതിയ UDF സർക്കാരിൻ്റെ ആദ്യ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണമായതിനാൽ 2 മാസത്തെ പെൻഷൻ തുകയായ 4000 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ശക്തമായ സൂചനകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്തയാഴ്ചയ്ക്ക് ശേഷം വരുമെന്നാണ് കരുതുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജൂൺ മാസം വരെ ക്ഷേമ പെൻഷൻ ലഭിച്ച ചിലർക്കൊക്കെ ഈ ജൂലൈ മാസം മുതൽ പെൻഷൻ ലഭിക്കില്ലെന്ന വിവരവും എത്തുന്നത്. പ്രധാനമായും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്ക് ഇക്കഴിഞ്ഞ ജൂൺ 30-ാം തീയതി വരെ അത് സമർപ്പിക്കുന്നതിനുള്ള സമയം അനുവദിച്ചിരുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം പേരാണ് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തത്. ഇതിൽ ജൂൺ 30-നുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ ഈ മാസം മുതൽ തടസ്സപ്പെടുമെന്നാണ് സൂചനകൾ. അതുപോലെ 60 വയസ്സിന് താഴെ പ്രായമുള്ള വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും ലഭിക്കുന്നവർ വർഷത്തിലൊരിക്കൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ രേഖ സമർപ്പിക്കുന്നതിനുള്ള സമയം ജൂൺ 30 വരെ നീട്ടിയിരുന്നു. എന്നിട്ടും ഇതുവരെ സാക്ഷ്യപത്രം സമർപ്പിക്കാത്തവരുടെ പെൻഷനും ഈ മാസം മുതൽ തടസ്സപ്പെടുന്നതാണ്. ഇങ്ങനെ ക്ഷേമ പെൻഷൻ ജൂലൈ മാസം മുതൽ തടസ്സപ്പെടുകയാണെങ്കിൽ അവർ ഇനി എന്നാണോ രേഖകൾ സമർപ്പിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ തുടർന്ന് ലഭിക്കുക. അടുത്തത്, സംസ്ഥാനത്ത് കൃത്യമായി വിതരണം നടന്നു പോന്നിരുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ നിലവിൽ 3 മാസം കുടിശ്ശികയാണ്. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും എല്ലാ വർഷവും മാർച്ചിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നും മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. നിലവിൽ 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വത്തിന് അർഹതയുണ്ട്. പെൻഷൻ അർഹത നേടുന്നതുവരെ തുടർച്ചയായി വിഹിതമടയ്ക്കുന്ന അംഗങ്ങൾക്ക് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2026 മെയ് വരെയുള്ള കണക്കുകൾ പ്രകാരം പ്രവാസി ക്ഷേമനിധിയിൽ ഏകദേശം 9.5 ലക്ഷം അംഗങ്ങളും 94,666 പെൻഷൻകാരുമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന അംഗങ്ങൾക്ക് 3,500 രൂപയും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മടങ്ങിയെത്തുന്നവർക്കും 3,000 രൂപയുമാണ് ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പെൻഷനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിശ്ശിക തീർത്ത് പെൻഷൻ വിതരണം കൃത്യതയുള്ളതാക്കാൻ സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതിന് വിപരീതമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ അവസ്ഥ. 15 മാസത്തോളം വരുന്ന പെൻഷൻ കുടിശ്ശികയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്ന ബോർഡാണിത്. സംസ്ഥാനത്ത് പണിയുന്ന ഫ്ളാറ്റുകളുടെയും കെട്ടിടങ്ങളുടെയും വലിയ വീടുകളുടെയും ഒക്കെ നിർമ്മാണ ചിലവിന്റെ ഒരംശം സെസ്സായി പിരിച്ച് വരുമാനം കണ്ടെത്തേണ്ട ബോർഡ് അക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥ കാണിച്ചതുകൊണ്ടാണ് പെൻഷൻ ഇത്തരത്തിൽ മുടങ്ങുന്ന അവസ്ഥയുണ്ടായത്. കഴിഞ്ഞ ഏതാനും നാളായി കെട്ടിട സെസ് പിരിവൊക്കെ ഊർജിതമാക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് കുടിശ്ശിക പെൻഷൻ തീർക്കുന്നതിൽ പുരോഗതി കാണുന്നില്ല. അധികം വൈകാതെ ഈ പെൻഷൻ വിതരണ കാര്യത്തിലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. ഓണത്തിന് മുൻപായി എല്ലാവിധ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.